ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുറച്ച് സ്ക്രീൻ റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് മറുപടി പറയണമെന്ന് വിചാരിച്ചാണ് വന്നത്. നമ്മുടെ നമ്മുടെ മൊണ്ണൻ്റെ കാര്യം സംസാരിക്കേണ്ടെന്ന് വിചാരിക്കുന്നില്ല. ഇന്നലെ വന്നിട്ട് തന്നെത്താനെ ഒരു ലൈവ് ഇടുക. അതിനകത്ത് അവൻ്റെ മൊയലാളി ചിനക്കി ഇങ്ങനെ കൊടുക്കുന്ന മൊയലാളി കൊണ്ടിരുത്തുക. അതിനകത്ത് അങ്ങോട്ട് വിടുവായി ഇത്തരം മൊയലാളികളും കൂടെ അങ്ങ് പറയുകയാണ്. എന്നിട്ട് ഞാൻ ഉണ്ടെന്ന് വരുത്താൻ വേണ്ടി ഒരു പേയ്ക്കടി എടുത്ത് അതിൻ്റെ കീഴിൽ വന്നൊരു കമൻറ്റ് അവൻ്റെ ശിങ്കിടികൾ തന്നെ ഇടുന്നു. അതിന് മറുപടി പറയുന്നത് ലേശം ഉളുപ്പുണ്ടോടെ നാറി. അപ്പം ഇതാണ് അവസ്ഥ. ഇന്നലെ ഇയാൾ ഈ ഒലീവിയുമായിട്ട് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പിള്ളേരെ വിളിച്ചിട്ട് ഒരു കഥ പറഞ്ഞിരുന്നു. ഇവൻ്റെ വിചാരം വെളിയിലറിയില്ലെന്നാണ്. കൈസങ്ങാണ്ട് കഴിഞ്ഞ ദിവസം 6-ാം തീയതി ഒരു കേസ് വെച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് കൈസങ്ങാണ്ട് വക്കീലിനെ വെച്ചിട്ട് ഇവരെല്ലാവരെയും രക്ഷപ്പെട്ട് കോടതിയിൽ നിന്ന് അതുകൊണ്ട് വേറെ കോടതിയിലേക്ക് മാറ്റി. എടാ പൊട്ട, മുറിവക്കീലും പൊട്ടത്തരവും അടിച്ചുകൊണ്ട് അറ്റ്ലീസ്റ്റ് നിയമം അറിയുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് സംസാരിപ്പിക്കുക. അത് തിരച്ചിയും കൂടെ ഇരുന്ന് ന്യായീകരിച്ച് മെഴുകുകയാണ്. 6 പേരെ കോടതി വിളിപ്പിച്ചു. ഫസ്റ്റ് അപ്പിയറൻസിൽ ആരും പങ്കെടുത്തില്ല. മാത്രമല്ല ആ സമയത്ത് അവിടെ ഇരുന്ന ഒലിവിയയുടെ വക്കീല് കോടതിയെ വെല്ലുവിളിക്കുന്ന താത്ത ഇരുന്ന് ഒരു എളുപ്പമില്ലാതെ കോടതിയെ വെല്ലുവിളിക്കുന്ന അവിടെ കേൾപ്പിച്ചു. കോടതി അത് ഹൈക്കോർട്ടിലേക്ക് ആ കേസ് മാറ്റിവെച്ചു. ആദ്യത്തെ ഇതിൽ തന്നെ ഇവർ പങ്കെടുക്കാത്തതുകൊണ്ട് ഇവരുടെ എന്താ പറയുന്നത്, അതൊരു ഗുഡ് എന്താ പറയുന്നത്, ഒരു പ്രതി എന്നുള്ള രീതിയിൽ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ് ഫസ്റ്റ് അപ്പിയറൻസിൽ പങ്കെടുക്കുക എന്നുള്ളത്. അത് ഇവർ പങ്കെടുത്തില്ല. അപ്പം എന്താ പറയുന്നത്, പങ്കെടുത്തില്ല. അപ്പം ഉറപ്പായിട്ടും ഇനി ഹൈക്കോടതി ചെല്ലുമ്പോൾ രണ്ട് പ്രാവശ്യം വിളിക്കും. രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചിട്ട് പിന്നെ സമൻസ് അയക്കും. അതാണ് അതിൻ്റെ ലീഗൽ പ്രൊസീജിയർ. ഈ പൊട്ടൻ ഒരു കുന്തം അറിയില്ല. വന്നിരുന്ന് മൊണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരേക്ക് വന്ന് ശുനകൻ എന്ന് വിളിക്കുന്നുണ്ട്. ശുനകൻ സത്യത്തിൽ നീ എല്ലാവരുടെയും ശുനകൻ്റെ മോൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് സത്യത്തിൽ നിന്റെ തന്ത ശശിയാണ് ശുനകൻ. സീരിയസ് ആയിട്ടും. ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് ഈ കാണുന്നവരെല്ലാം ശുനകൻ്റെ മകനായിട്ട് തോന്നുന്നുണ്ട്. എന്താണ് കഴിഞ്ഞ ദിവസം ഒരു ലേഡിയെ പറയുന്നതായിട്ട്, വളരെ മോശമായിട്ട് ഒരു ലേഡിയെ പറയുന്നുണ്ട്. അവരവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞതിന് ഇവൻ പറയുകയാണ് അത് ശുനകൻ്റെ പുത്രികയാണെന്ന്. എനിക്കറിയില്ല ഇവൻ്റെ അച്ഛൻ ശുനകനാണ് ആയതുകൊണ്ട് ഇങ്ങനങ്ങ് ഒരു ശശി ഫാമിലിയുടെ ശശി സ്വഭാവം, ശശി സ്വഭാവം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്നത് വരാൻ ഞാൻ പറഞ്ഞല്ലേ, നീ പിന്നെ ലൈവ് ഇട്ട് തള്ളുന്ന എന്തിനാണ്? ഷെടാ എന്ത് കഷ്ടപ്പെടാ ഇത്. നീ വരില്ലെങ്കിൽ അത് പേടിച്ചിട്ട് അതങ്ങ് പറഞ്ഞാൽ പോരെ. ഈ തള്ളാൻ വേണ്ടി മാത്രം എന്തിനാണ് വരുന്നത്? ഈ ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. അപ്പം നീ കിടന്ന് കുരയ്ക്കുന്നതനുസരിച്ച് നിന്നോടുള്ള ഇതും കൂടെ പോവുക. നീ ബഫൂണാണെന്ന് അറിയാം, പിന്നെ ഇത്രത്തോളം ബഫൂണാണെന്ന് പിന്നെയും വന്നിരുന്ന് കുരയ്ക്കുന്നത് എന്തിനാണ്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഈ ഒരു സോഴ്സേ ഉള്ളൂ നിന്നോട് ഇതൊക്കെ പറയാൻ വേണ്ടി. പിന്നെ നിന്നെ വാട്സപ്പിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് പേടിച്ചിട്ടൊന്നുമല്ല. നിന്റെ വായിൽ നിന്ന് വരുന്ന കേട്ടാലറയ്ക്കുന്ന തെറി കേൾക്കാൻ, അതും തള്ളയ്ക്ക് വിളിക്കുന്നത് കേൾക്കാൻ താല്പര്യമില്ലതുകൊണ്ട്. കാര്യം നിനക്കൊരു ഉളുപ്പില്ലെങ്കിലും നാട്ടുകാരുടെ തള്ളയ്ക്ക് വിളി കേൾക്കുന്നതിന് ഒരു ഉളുപ്പില്ലെങ്കിലും എന്നെ പെറ്റ തള്ളയാണ്, അതിനോടൊരു റെസ്പെക്റ്റ് എനിക്കുണ്ട്. അതുകൊണ്ടാണ് ശുനകൻ്റെ മകനെ ഞാനിത് ചെയ്യാത്തത്. അല്ലെങ്കിൽ നിൻ്റെ വാട്സപ്പിൽ വന്നിരുന്നത് നീ 4 പറയും, ഞാൻ 10 പറയും. പക്ഷെ പറയുന്നൊരു സ്ത്രീയെ തന്നെയല്ലേ, ആ ഒരു റെസ്പെക്റ്റ് ഞാൻ ഇതാക്കും. പിന്നെ നീ സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ കൃത്യമായിട്ടെടുത്ത് വീട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അടികാരന്മാർ വരുമ്പോൾ ഉള്ള കഥ അത് അപ്പോഴുള്ള കഥയല്ലേ. നീ ധൈര്യമായിട്ട് കേട്ടോ. നിന്നെ ഞാൻ മാന്യമായിട്ട് ചൊറിയുന്നതിൻ്റെ കാര്യം എന്താ? നിന്നെ ഞാൻ വിടില്ല മോനെ, വിടില്ല. പിന്നെ നീ എന്തോ അയച്ചിട്ടുണ്ടെന്ന്, എൻ്റെ കൊച്ചുമമ്മിയുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെ അയച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നില്ല. വന്നില്ല മോനെ, ഇതുവരെ വന്നില്ല. നാളെ രാവിലെ കിട്ടുമെന്ന് കണ്ടാണ് പറഞ്ഞത്. ഒരു ദിവസം കഴിഞ്ഞു, ഇതുവരെ വന്നില്ല കേട്ടോ. കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. പിന്നെ നീ പോലീസ് സ്റ്റേഷനിൽ കിടന്നതിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ എന്തിനാടാ ശുനക നിൻ്റെ പുറകെ കിടക്കുന്നത്? നീ ഏത് പോലീസ് സ്റ്റേഷനിൽ കിടന്നത്? നീ ഒരു പൂച്ച പോലും തൊടില്ല. നിന്നെ നാട്ടുകാരെ എടുത്തിട്ട് ഇടിക്കുക എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പിന്നെ കേസ് അത് സൈബർ കേസാണ്.
അപ്പോൾ സൈബർ കേസാണ്. ഈ കണ്ട പെൺപിള്ളേരൊക്കെ അപരാധം പറഞ്ഞിട്ട് കിട്ടിയ സൈബർ കേസാണ്. അതിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്ന് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതും അതിൻ്റെ കേസും ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ ചോദിക്കട്ടെ, കിട്ടുമെന്നെങ്കിൽ ഞാൻ നിനക്ക് എടുത്തിട്ട് തരാം. സോ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഏത് കേസിലാണ്, ഏത് ഇതിലാണ് പ്രതി? ഞാൻ നിന്നെ ബോധിപ്പിക്കുന്ന എന്തിനാടാ? നിന്നെ മാക്സിമം നാട്ടിലെത്തിക്കുക എന്നുള്ളൊരു കടമയാണ് എൻ്റെ. എന്നിട്ട് മാക്സിമം നിനക്ക് കിട്ടാനുള്ളത് ഞാൻ വാങ്ങിച്ചങ്ങ് തരും. നീ അതങ്ങ് വാങ്ങുക, അല്ലാതെ വന്നിരുന്ന് തള്ളാതെ. നീ ആരെ പേടിപ്പിക്കുന്നേ? അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയുള്ളൂ. മൊണ്ണൻ മോൻ വീണ്ടും ബഫൂണായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബഫൂൺ ആവുന്ന കൊള്ളാം. ഈ കൂടെ ഈ ഒരു ഇഷ്യൂവിൽ വന്ന് നിന്നെയൊക്കെ വിശ്വസിച്ച്, നീയൊക്കെ വലിയ വക്കീലാണെന്നും നീയൊക്കെ പറയുന്ന സത്യമാണെന്നും വിശ്വസിച്ചിരിക്കുന്ന ആ പിള്ളേരെ എന്തിനാണ് പൊട്ടന്മാരാക്കുന്നത്? ആരാണ് വക്കീൽ വെച്ചത്? ഇന്നലെ കൈസിനെ വിളിച്ചപ്പോൾ കൈസ് വയ്ക്കുക, ഞാനാ എപ്പാ? കോടാ പോയി വേറെ പണി നോക്ക്. പറ്റിച്ച് തിന്നുന്നതിനൊരു ഉളുപ്പ് വേണം. നിൻ്റെ ആ മുതലാളിച്ച എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് നിൻ്റെ ഇപ്പോൾ കമൻറ്റ് തൊഴിലാളിയായിട്ടിരിക്കുന്ന മൊയിലാളിച്ചയ്ക്ക് പോലും അറിയാം മൊയിലാളിച്ച എന്തൊക്കെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. നാളെ സാധനം വരുമെന്നാണ് പറഞ്ഞ്. ഞാൻ കണ്ടില്ല. എന്നെ ഒരു പോലീസുകാർ പോലും വിളിച്ചതായിട്ട് എനിക്കറിയില്ല. പിന്നെ നീ നട്ടലുള്ളവനാണെങ്കിൽ എന്തിനാണ് ഈ പറയുമാതിരി സെപ്റ്റംബർ വരെയൊക്കെ പോകുന്നത്? ആഗസ്റ്റിൽ പോവാ, അടുത്ത മാസമല്ലേ? ആഗസ്റ്റിൽ വാടാ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ അതല്ലേ ചെയ്യണ്ടേ? നിൻ്റെ ഭാര്യ മറന്നു പോന്നണം വരെ നിൻ്റെ ഭാര്യ സംശയമില്ലെങ്കിൽ നീ എന്തിനാ വിളിച്ചു ചോദിച്ചത്? മോളെ ഇത് ഉള്ളതാണെന്നൊന്ന് വിളിച്ചു ചോദിച്ചെന്തിനാ? അപ്പം സംശയമില്ല എന്നുള്ള കാര്യമല്ല, നിനക്കറിയാമല്ലോ, അതുകൊണ്ടാണല്ലോ CCTV വെക്കേണ്ടി വന്നത്. അല്ല നിൻ്റെ അമ്മയെ പേടിച്ചൊന്നും അല്ലല്ലോ CCTV വെച്ച്, ഭാര്യയെ പേടിച്ചു തന്നെയല്ലേ? സോറി, അപ്പുറത്തെ ചേട്ടനെ പേടിച്ചല്ലേ? അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇടാൻ നാറി നീ ബഫൂണാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. ഈ കേരളക്കാർക്ക് മുഴുവൻ അറിയാം നീ ലോക ബഫൂണാണ്. പിന്നെ ശുനകൻ്റെ പുത്രൻ എന്ന് വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ശശിയെ ഇങ്ങനെ ശുനകനാക്കരുത്. അയാൾ ശുനകനാണ്. ഇല്ലെങ്കിൽ പിന്നെ നിന്നെപ്പോലെ ഒരു സന്തതി ഈ പറയുമ്പോൾ നാട്ടുകാരുടെ എല്ലാം വീട്ടിലെ ആൾക്കാരെ പറയുന്ന തെരുത്താത്തയുടെ പോലുള്ള ഒരു സപ്പോർട്ടറായിട്ട് നീ നിൽക്കത്തില്ലല്ലോ. ശുനകൻ്റെ മകനായതുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഒരുമാതിരിപ്പെട്ട താത്തയുടെ ഈ തിർച്ചയുടെ ലൈവിലിരിക്കുന്ന എല്ലാം ശുനകൻ്റെ പുത്രന്മാർ തന്നെയാണ്. ആ ഒരു സ്റ്റാൻഡേർഡ് കണ്ടില്ലേ? ജിനൂസിൻ്റെ വീട്ടിൽ പോയിട്ട് വേറൊരു ശുനകൻ്റെ പുത്ര ഇടി വാങ്ങി ഊപ്പോടെ വന്ന് ഓടി കണ്ണം വഴി ഓടിയിട്ട് കേസും കൊടുത്തേക്കുന്നു. ഉളുപ്പുണ്ടോടെ ഇടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കേസും കൊടുക്കാൻ പോയി ഇടി വാങ്ങിയത് മാത്രമല്ല കേസും കൊടുത്തേക്കുന്നു. ഇനി പോലീസിന് മുമ്പിൽ പോയി നിനക്ക് നാണം ഇല്ലടാ? ഇത്രയും നീളം കോലമൊക്കെ വെച്ചിട്ട് ഇടി വാങ്ങാനൊന്നും കൂടെ ചോദിക്കുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.